പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 11 ബുധനാഴ്ച എല്ലാവരെയും കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതിന് 3 ഭാഗങ്ങളാണുള്ളത്, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ആദ്യമുള്ളത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന, പിന്നെ ഉള്ളത് അനുദിന അനുഗ്രഹ പ്രാർത്ഥന, ഏറ്റവും അവസാനം ഡെയിലി ബ്രെഡ്. അങ്ങനെയാണ് നമ്മൾ ശുശ്രൂഷകൾ പോകുന്നത്. ഈ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങൾ പോയി പല്ല് തേക്കണം, കുളിച്ച് റെഡിയായി നിങ്ങൾ ശുശ്രൂഷയിലേക്ക് പോകണം. ഇത് ബെഡിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ടതാണ്. ചിലരൊക്കെ നേരത്തെ എഴുന്നേക്കും, 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയാണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ 3 മണിക്ക് പഠിക്കാൻ തുടങ്ങിയിട്ട് 5:30 എഴുന്നേക്കുന്നുണ്ട്. എന്തുമാകട്ടെ, കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അതിൽ ഈ ഒരു അവസരം നിങ്ങളെ പ്രയോജനപ്പെടുന്നതിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ ഇത് ഷെയർ ചെയ്യണം. ഓക്കെ, ലെറ്റ് us come to prayer. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു. അങ്ങയുടെ മക്കളെ നിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത അതിൻ്റെ അവകാശം ഓഹരിയുമായിരുന്ന മക്കളോട് നിന്റെ പഞ്ചക്ഷതങ്ങളെ ഓർത്തുകൊണ്ട് കണ്ണ തുറണമെന്ന് അങ്ങയുടെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. ഈശോ, നിന്റെ മുൾക്കിടന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തത്തെ ഞങ്ങൾ ധ്യാനിക്കുകയും കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്യുന്നു. ആ വിശുദ്ധമായ രക്തം രോഗികളുടെ മേൽ ഇപ്പോൾ വീഴ്ത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മീയമായ രക്തം അങ്ങയുടെ മക്കളിലേക്ക് വീഴട്ടെ കർത്താവേ. മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുക്രിസ്തു നാമത്തിൽ. ശരീരം വേദന കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, ഉറക്കമില്ലാത്തവരുണ്ട്, ശരീരത്തിന് വേദന കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്, എപ്പോഴും മനസ്സ് സമാധാനം ഇല്ലാത്തവരുണ്ട്, ഭക്ഷണം കഴിച്ചാൽ പോലും സന്തോഷമില്ല, കാര്യം ശരീരത്തിന് വേദനയാണ്. അങ്ങനെയുള്ളവരെ കർത്താവെ കൈവിട്ട് കളയരുത്. അവരെ തുടരാൻ കർത്താവ്. ആകപ്പാടെ മനുഷ്യന് ഒരു ജീവിതമേ ഉള്ളൂ കർത്താവെ.
ആ ജീവിതത്തിൽ അവൻ ആവശ്യമില്ലാതെ വേദന അനുഭവിക്കാൻ നീ അനുവദിക്കരുത്. അവരെ നീ സ്പർശിക്കണം. അവിടെ രോഗികൾ, ബൈസ്റ്റാൻഡേഴ്സ്, സന്ധിക്കുന്നവർ കർത്താവെ, ഓരോരുത്തരെ സഹായിക്കുന്നവണ് കർത്താവെ. ചില ആൾക്കാർ തന്നെ നിലനിന്ന് പോണത്. ഇപ്പം ഭർത്താവ് മരിച്ച പെങ്ങൾ അവളുടെ ഭർത്താവ് മരിച്ചെങ്കിൽ അമ്മാവന്മാരെ നോക്കും, അല്ലെങ്കിൽ വലിയമ്മമാരെ നോക്കും. അങ്ങനെ ഓരോരുത്തരും നോക്കുന്നവരുണ്ട്. ചില കുഞ്ഞുങ്ങളെ തന്നെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അവരുടെ നിലനിൽപ്പ് പോയ കാലത്ത് അപ്പൻ്റെയും സഹോദരന്മാരെ വളർത്തിയിരിക്കുന്നത്. കർത്താവ്, ഞങ്ങളെ വളർത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സന്ധിക്കണം. ഞങ്ങൾക്ക് ആവശ്യമായ സഹായം പണ്ട് തന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ നീ സംരക്ഷിക്കണം. അവരെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവ്, നിന്റെ നാമത്തിൽ ഓർക്കുന്ന കർത്താവ്. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ഈശോയെ, പൊളിഞ്ഞുപോയ കടകമ്പോളങ്ങളെ കർത്താവ്, ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോയവർ, ആ കർത്താവ് വഴി മാറിപ്പോയതിൻ്റെ പേര്, റോഡ് മാറിപ്പോയതിൻ്റെ പേരിൽ അവരുടെ കച്ചവടങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നവർ, വഴിമുട്ടിയ ആൾക്കാരുണ്ട് ഈശോയെ. അതുപോലെ തന്നെ പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രളയങ്ങൾ വന്നപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പല പല കച്ചവടങ്ങളും പല പല ബിസിനസ്സുകളും മാന്ദ്യം ഭവിച്ചവരുണ്ട് ഈശോയെ. ഓരോരോ തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം കർത്താവ് പല വിഷയങ്ങൾ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ കർത്താവ് മറ്റുള്ളവർക്ക് രോഗം വന്നത് കാരണം മറ്റ് ജോലിക്ക് പോകാൻ പറ്റാതെ അവരെ നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളവരുണ്ട് ഈശോ. ഇങ്ങനെ പഠനം പൊടിഞ്ഞു പോയവർ, മുടങ്ങിപ്പോയവർ, ജോലികൾ വിഷമിച്ചിരിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, അത് മുടങ്ങിപ്പോയതിൻ്റെ പേര് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ഈശോ. ഇങ്ങനെ ഭൗതികമായ സാഹചര്യത്തിൽ മാനസികമായ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അനേകം മക്കളുണ്ട് ഈശോ. അവരെല്ലാം നീ സ്പർശിക്കണം കർത്താവെ. കൃപാസനം 36 കൊല്ലത്തോളം കൃപാസനം ഉണ്ടായിട്ട് 35 കൊല്ലമായി. ആ കൊല്ലത്തിനുള്ളിൽ കർത്താവ് നടത്തിയിട്ടുള്ള മുഴുവൻ ആരാധനകൾ, കൺവെൻഷൻസ്, ധ്യാനങ്ങൾ, ഉപവാസ പ്രാർത്ഥനകൾ, തപസ്സുകൾ, അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ, അതിലൂടെ വന്നിരിക്കുന്ന 10,000 മനുഷ്യരെ വിശുദ്ധിയും, അതെല്ലാം കർത്താവ് ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന യോഗ്യതയായിട്ട് സമർപ്പിക്കുന്നു കർത്താവ്. അതിനേക്കാളുപരി അങ്ങനെ വിശുദ്ധമായ രക്തത്തിൻ്റെ യോഗ്യതയാൽ കർത്താവ് ഞങ്ങൾ ആർക്ക് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നു, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു, എന്തെല്ലാം വിഷമതകൾ അവരുടെ മനസ്സിലൂടെ തിരതള്ളിപ്പോകുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ പൊന്നീശോയെ, അവരെല്ലാം നീ കൈവിടല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം തളർന്നു നിൽക്കുന്നവരെല്ലാം കർത്താവേ, നീയാണ് ബലം, നീയാണ് ശക്തി, നീയാണ് ജീവൻ കർത്താവേ. നിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദൈവികമായ ശക്തി നിൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവതാവിൻ്റെ മധ്യസ്ഥവരേക്ക് ആവശ്യിക്കട്ടെ. ഓരോ വീടിനെക്കുറിച്ച് വേഗലപ്പെടുന്നവർ, മക്കളെക്കുറിച്ച് വേഗലപ്പെടുന്നവർ, ജോലിയില്ലാത്തതിനെക്കുറിച്ച് വേഗലപ്പെടുന്നവർ, പലതരത്തിലുള്ള കേസ് കൊടുക്കുമോ, കേസാകുമോ, കേസ് തോക്കുമോ, അകത്ത് പോകുമോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നവർ, ജയിലിൽ കിടക്കുന്നവരൊക്കെ ഓർത്ത് വേദനിക്കുന്നവർ, എല്ലാവരെയും കർത്താവേ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കഴുത്ത് കുറുകിപ്പോയൊരു കുഞ്ഞിനെ കാണിക്കുന്നുണ്ട്. അവൻ ജന്മന അങ്ങനെയാണ്. അവനെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോരോ ജനിതക രോഗമുള്ളവർ, ജന്മനാ രോഗമുള്ളവർ, കർത്താവ് പാരമ്പര്യ രോഗമുള്ളവർ, അതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മാരക രോഗങ്ങളും തീരാവേദികളും ജീവ ദുരിതങ്ങളും വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഡിസംബർ മാസം 11 ബുധനാഴ്ച മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കാം. യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പം ഇല്ലാത്തതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതെന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? അതായത് കർത്താവേ, അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു ദിവസം അന്നത്തെ ദിവസം ഗലീലക്കടലിൻ്റെ മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പോസ്തലന്മാര് പരസ്പരം സംസാരിക്കുന്നതാണ്. അങ്ങനെ സംസാരിക്കാൻ കാര്യം എന്താ? കർത്താവ് അവരോട് പറഞ്ഞ്, പരിസയന്മാരുടെ പുളിമാവിനെ കുറിച്ച് നിങ്ങൾക്ക് കരുതൽ വേണമെന്ന് പറഞ്ഞു. പുളിമാവെന്ന് പറയുമ്പോൾ അവർക്ക് മാവെന്ന് വെച്ചാൽ പൊടി. അപ്പോൾ പുളിച്ച അപ്പത്തിൻ്റെ പൊടിയെക്കുറിച്ചാണ് ഈ പറയണത് എന്ന് വിചാരിച്ചുകൊണ്ടേ ഇവർ പറയും,
നമ്മൾ അപ്പം എടുക്കാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പറയണം. ഭയങ്കര രസമാണ് കർത്താവിൻ്റെ ഈ പെഡഗോജി എന്ന് വെച്ചാൽ കർത്താവിൻ്റെ പഠനത്തിൻ്റെ രീതികളിൽ അപ്പോസ്തലന്മാരുടെ റെസ്പോൺസ് ഭയങ്കര സർക്കാസ്റ്റിക്കാണ്. അപ്പോൾ ഈശോ പരിസയുടെ വേദപ്രബോധനത്തെക്കുറിച്ചാണ് പറയണത്. ഇവർക്ക് മനസ്സിലായില്ലേ, ഇവർ അപ്പം എടുക്കാതെ ഇവർ തമ്മിൽ തർക്കിക്കുകയാണ്. കണ്ട, ഞാൻ പറഞ്ഞതല്ലേ, അപ്പോഴും അപ്പം എടുക്കണമെന്ന് പറഞ്ഞതല്ലേ, അപ്പം വർദ്ധിപ്പിച്ച് ഇതുമാത്രം അപ്പം ഉണ്ടായതാണ് എടുക്കാത്തത്. അപ്പം നമുക്ക് വേണ്ടി അപ്പം എടുക്കേണ്ടതല്ലേ, ഞാൻ നീ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ച ഇവർ ചുമ്മാ ഈ അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. കർത്താവ് ചിരിച്ച് കാണും, പക്ഷെ കർത്താവ് ചിരിച്ചെന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. ചിരിക്കാനുള്ള വകുപ്പോടുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞത് എന്ത്, കർത്താവ് പോരെന്ന് പറഞ്ഞ് ഇവർ മുതിരെന്ന് കേട്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുപോലെ വന്നിരിക്കുന്ന കൺഫ്യൂഷൻ പറഞ്ഞ മക്കളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞു? ഇപ്പം നിങ്ങൾ അപ്പം എടുത്തിട്ടുള്ളത് വിചാരിച്ചു ഞാനായിട്ട് ഇപ്പോഴേക്കിടെ കൂടാ. അപ്പോൾ എനിക്കെന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാൻ കഴിയുമല്ലോ. അത് നിങ്ങളെന്ത് വിശ്വസിക്കാത്തത്? ഈ ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാനാണ് നിങ്ങളെ? അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണ്ടേ? കഴിഞ്ഞ കാലങ്ങളിൽ 5000 പേരുടെ 5 അപ്പത്തെക്കുറിച്ച് ഓർക്കണില്ലേ? 4000 പേരുടെ 7 അപ്പത്തെക്കുറിച്ച് ഓർക്കണില്ലേ? എന്ന് വെച്ചാൽ ഈശോ ചോദിക്കണേ എന്താ അറിയാമോ, നമ്മുടെ ജീവിതത്തിൽ ഇന്നിപ്പം ഡിസംബർ 11 അല്ലേ, ഇന്ന് എന്തെങ്കിലും ഒരു ഇല്ലായ്മ വന്നു, പോരായ്മ വന്നു, ബാധ്യത വന്നു, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പരസ്പരം പഴിചാരുകയല്ല ചെയ്യേണ്ടത്. ഞാനതേ പറഞ്ഞല്ലേ, ആ ചുറ്റി പിടിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ വഴക്കിട്ട് കാര്യമില്ല. എന്താ കാര്യം? ഞങ്ങൾ പരസ്പരം ആ വിഷയം കുറ്റം ആരോപിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കാതെ, മറിച്ച് ഈ മുൻകാലങ്ങളിൽ നിന്നെ അനുഗ്രഹിച്ച കർത്താവ് തന്നെയാണ് നിന്റെ കൂടെ ഉള്ളത്, അത് ഓർത്താൽ മതി എന്നാണ്. എന്നുവെച്ചാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളല്ല ഓർക്കേണ്ടത്, കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഓർക്കേണ്ടത്. അവൻ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ പല സമയത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം ഓർത്തുകൊണ്ട് അവനെ വിളിച്ച് അഭയം പ്രാപിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഹാപ്പി അല്ലേ? താങ്ക് യു.